അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം തിൽക ആയാത്തുൽ കിതാബിൽ ഹകീം. അള്ളാഹുവിന്റെ നാമം ഉരുവിട്ട് എന്തും നിങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. അങ്ങനെ തുടങ്ങാത്ത ഏതൊന്നും പാഴായിപ്പോയ അള്ളാഹുവിൽ നിന്ന് അവന്റെ കാരുണ്യം ഭവിക്കാതെ പോയ ഒന്നായി മാറുമെന്ന് പരിശുദ്ധ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങേണ്ടതുണ്ട്. ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ന് പറയുമ്പോൾ അതൊരു ചില വാക്കുകളെ കൊണ്ട് ഇങ്ങനെ ഉരുവിടുക എന്നുള്ളത് മാത്രമല്ല. അതിനപ്പുറം അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ചിന്തയിലും ഉണ്ടാവേണ്ട ചില വിചാര വികാരങ്ങളുണ്ട്. പൊതുവെ നമ്മൾ സ്വലാത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അങ്ങനെയല്ലാണ് എല്ലാവരും പറയും. സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ എന്ന് ഒരു പ്രവാചകൻ പഠിപ്പിക്കുന്നത് പോലെ പ്രപഞ്ചനാഥൻ ഒരു വാക്കുപയോഗിച്ച് അതിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് പോലെ തന്നെ ഉച്ചരിച്ച് ആ സമയം നമുക്ക് ചുറ്റുമുള്ള ഓരോ അനുഗ്രഹങ്ങളെയും അള്ളാഹുവിൽ നിന്നുള്ള ഓരോ നിഅമത്തുകളെയും സ്മരിച്ചുകൊണ്ട് സ്ഫുടതയോടുകൂടി ഉച്ചരിക്കേണ്ടതുണ്ട് എന്ന് ഇമാം ഷഅറാവി പറയുന്നുണ്ട്. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉരുവിടുമ്പോൾ അതൊരു വാക്കുകളെ കൊണ്ടുള്ള നമ്മുടെ നാവിനെ ചലിപ്പിക്കൽ മാത്രമല്ല, അത് ഹൃദയവുമായി ചേർന്ന് നിന്ന് നമ്മുടെ ചുറ്റുമുള്ള അനുഗ്രഹങ്ങളെ ഗാഢമായി സ്മരിച്ച് ഇതെല്ലാം എൻ്റെ റബ്ബിന്റെ ദാനമാണെന്നും അവന്റെ നാമമില്ലാതെ ഒന്നുമില്ല എന്നുമുള്ള ബോധത്തിലായിരിക്കണം ആ നാമം ഉരുവിടേണ്ടത്. തന്നെയുമല്ല, ആ വാക്ക് പാപം ചെയ്ത് മനസ്സ് കടുത്തുപോയ ആളുകൾ ഇനി ഞാനെങ്ങനെയാണ് എൻ്റെ സൃഷ്ടാവിന്റെ നാമം ഉരുവിടുക, അത്രയും വലിയ പാപിയാണല്ലോ ഞാനെന്ന് സ്വയം പറയുന്ന മനുഷ്യനോട്, അല്ല, നീ നിന്റെ സൃഷ്ടാവിന്റെ നാമം ഉരുവിട്ടു കൊള്ളുക, അവൻ പരമകാരുണ്യവാനാണ്, നിന്നോട് ദയാപൂർവം വർത്തിക്കുന്നവനാണ് എന്ന് ആ വചനം പറയുന്നുണ്ട്. അതുപോലെ നീ മഹാപാപിയാണ് എന്ന് മറ്റുള്ളവർ പാപം ചെയ്യുന്നവനെ നോക്കി വിളിക്കുമ്പോൾ അവനോടും ഈ വചനം പറയുന്നുണ്ട്, അവൻ പാപിയാണെങ്കിൽ ഞാൻ അവനോട് കരുണ ചെയ്യുന്നുണ്ട് എന്ന് പ്രപഞ്ചനാഥൻ അത്തരം കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നവരോട് പറയുന്നുണ്ട്. അവനെ ഞാൻ സ്വീകരിക്കുന്നവനാണ്. അള്ളാഹു യബ്സുതു യദഹു ബില്ലൈലി, അള്ളാഹു അവന്റെ കരങ്ങളെ രാത്രിയിൽ പകൽ സമയങ്ങളിൽ പാപം ചെയ്തവരുടെ പാപമോചനം സ്വീകരിക്കുവാൻ നീട്ടിവെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസിനെയെല്ലാം ഈ രൂപത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഷഅറാവി അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മഹാവിശാലതയെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരെ നോക്കി നീ പാപിയാണെന്ന് പറയുന്നവനോടും അള്ളാഹു തിരിച്ചു പറയുന്നുണ്ട്, എന്റെ നാമം അവന് ഉരുവിടാം, ഞാൻ അവനോട് കരുണ കാണിക്കുന്നവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അത് ഒരു ചെറിയ വർത്തമാനമല്ല. അത് നമുക്ക് ചുറ്റുമുള്ള പലതുമായി ബന്ധപ്പെട്ട് നല്ല ചിന്തയിൽ നിന്ന് ഉച്ചരിക്കേണ്ട, ഉരുവിടേണ്ട ഒരു വചനമാണ്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഖുർആൻ തുറന്നു വെച്ച് ഏതെങ്കിലും സൂറത്തുകൾ ഓതുമ്പോഴോ വചനങ്ങൾ ഉരുവിടുമ്പോഴോ മാത്രം ഉരുവിടേണ്ട ഒരു വചനമല്ല ഇത്. കാരണം വിശുദ്ധ ഖുർആൻ അതിന്റെ തുടക്കം തന്നെ ബിസ്മി കൊണ്ടാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്.
ആ ഒരു വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മഹാശക്തിയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം എന്ന ഒരു വലിയൊരു ചിന്തയാണ് നമുക്ക് മുമ്പിൽ വെക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികള് വീട്ടില് വിശുദ്ധ ഖുർആൻ തുറന്നു വെക്കുമ്പോൾ എടാ ബിസ്മി ചൊല്ലി തുടങ്ങ് എന്ന്, അല്ലെങ്കിൽ മകനെ ബിസ്മി ചൊല്ലി തുടങ്ങ് എന്ന് നമ്മൾ പറയും. എന്നാൽ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ച് അതിലൂടെ മനുഷ്യൻ അവന്റെ ചിന്തയിൽ കൂട്ടിവെക്കുന്ന ചിന്തകളെ അവന്റെ മുമ്പിലുള്ള കടലാസിലേക്ക് പകർത്തി അത് വ്യത്യസ്ത വിജ്ഞാന ശാഖകളായി വികസിച്ച് അത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാമായി നമ്മുടെ മുമ്പിലെത്തുമ്പോൾ അത്തരം ടെക്സ്റ്റുകൾ തുറന്നു വെച്ച് വായിക്കുമ്പോൾ, വായന തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ല് എന്ന് പറയുന്ന മാതാപിതാക്കൾ പൊതുവെ നമുക്കിടയിൽ കുറവാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വെച്ചാല്, ബിസ്മി നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഉരുവിടേണ്ട ഒന്നാണ് എന്ന തെറ്റായ ധാരണ കൊണ്ടാണ്. എന്നാൽ ബിസ്മി നിങ്ങൾ ചൊല്ലേണ്ടത് ഏതൊന്നു തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലേണ്ടതുണ്ട്. പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമം ഉരുവിട്ടുകൊണ്ട് വായിക്കാൻ പടച്ച തമ്പുരാന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അള്ളാഹുവിലേക്കുള്ള അറിവിന്റെ ഒന്നാമത്തെ സ്രോതസ് പ്രപഞ്ചമാണ്. നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കി അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തിലേക്ക് നോക്കി നിങ്ങൾ ഗാഢമായ വിശ്വാസം പുലർത്തിക്കൊണ്ടും തിരിച്ചറിവിലൂടെയും നിങ്ങൾ നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ മടങ്ങേണ്ടതുണ്ട് എന്ന് നിരന്തരം പ്രപഞ്ചനാഥൻ മനുഷ്യരോട് പറയുന്നുണ്ട്. അപ്പോ നോക്കുക എന്ന് പറഞ്ഞാൽ വായനയുടെ ഒന്നാമത്തെ സ്രോതസ്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യ വസ്തു കണ്ണാണ്, പിന്നെ കേൾവിയാണ്. പൊതുവെ വിശുദ്ധ ഖുർആന് കേൾവിയെയും കാഴ്ചയെയും കുറിച്ച് പറയുമ്പോൾ ആദ്യം കേൾവി പറഞ്ഞ് പിന്നെ കണ്ണ് പറഞ്ഞ് പിന്നെ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോ അറിവിന്റെ സ്രോതസ് നമ്മൾ കുറെ കേട്ട് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കണ്ണുകൊണ്ട് വായന തുടങ്ങും. അതിനെ പിന്നെ മനസ്സിൽ മനനം ചെയ്ത് നമ്മൾ നമ്മുടേതായിരിക്കുന്ന ഒരു വിജ്ഞാന ലോകത്തെ നമ്മൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ, അത് കാണുവാൻ, അറിയുവാനെല്ലാം അവസരം നൽകിയ തമ്പുരാൻ അള്ളാഹു പ്രപഞ്ചനാഥൻ, ആ നാഥന്റെ നാമത്തെ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ വായന തുടങ്ങണം. അത് ഏത് വായനയാണെങ്കിലും ശരി, എല്ലാ വായനയും നമ്മെ നന്മയിലേക്ക് നയിക്കാൻ പറ്റുന്നതായിരിക്കണം, അഹങ്കാരത്തിലേക്ക് കൈപിടിക്കുന്നതാകരുത്. അപ്പോ അഹങ്കാരമില്ലാത്ത മനസ്സും ചിന്തയും നമ്മിൽ ഉണ്ടാവണമെങ്കിൽ പടച്ചോന്റെ നാമം, അള്ളാഹുവിന്റെ വിശുദ്ധ നാമം ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ വായിക്കണം. അത് പ്രപഞ്ചത്തെയാണെങ്കിലും നമ്മെ തന്നെയാണെങ്കിലും നമുക്ക് മുമ്പിലുള്ള രൂപപ്പെട്ടു വന്ന ഏത് വിജ്ഞാന ശാഖകളാണെങ്കിലും എല്ലാം അള്ളാഹുവിന്റെ നാമം ഉരുവിട്ടുകൊണ്ട് വായിക്കണം. അപ്പോ അത് വിശാലമായ അർത്ഥത്തെ, ആശയത്തെ, ചിന്തയെ എല്ലാം തന്നെ പ്രദാനം ചെയ്യുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്, അലിഫ് ലാം മീം. ഇത് ഒരു മുഖത്തആയ ഹുറൂഫുകളാണ്. ഈ മുഖത്തആയ ഹുറൂഫുകൾക്കുള്ളിൽ അള്ളാഹു പലതരത്തിലുള്ള ചിന്തകളും അതുപോലെ തന്നെ ആശയങ്ങളും ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പൊതുവെ മുഫസ്സിരീങ്ങൾ അള്ളാഹു അഅലമു ബി മുറാദിഹി എന്ന് പറഞ്ഞു പോവാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭ്രാന്തനെന്നും അതുപോലെ തന്നെ കുടുംബത്തിൽ കുഴപ്പക്കാരനെന്നും അതുപോലെ മാരണക്കാരനെന്നും വിളിച്ച അറേബ്യൻ സമൂഹം ഒരിക്കൽ പോലും ഇങ്ങനെ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന വഹീനെ വിമർശിക്കുകയോ
അതിനെ ആക്ഷേപിക്കുകയോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം പ്രവാചകന്റെ ആ ചെറു സമൂഹത്തിൽ തന്നെ 300-ലേറെ കവികൾ ആ സമയത്തുണ്ടായിരുന്നു, പ്രശസ്തരായ കവികൾ. അവർക്ക് ഈ അക്ഷരങ്ങൾ ഉരുവിടുന്നതിലൂടെ എന്താണോ ഒരു ഭാഷയുടെ ആശയതലം അതവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം. അങ്ങനെ ബോധ്യപ്പെടാത്ത ഒന്നായിരുന്നെങ്കിൽ തീർച്ചയായും പരിശുദ്ധ റസൂലിനെ അവർ ശക്തിയുക്തം വിമർശിക്കുമായിരുന്നു. അപ്പോ നമ്മള് ഇന്ന് ഇതിനെ അല്പജ്ഞാനികളായ നമ്മള് അങ്ങനെ പറഞ്ഞു പോകുമ്പോഴും അറബി ഭാഷയിലും അതിന്റെ സാഹിത്യത്തിലുമെല്ലാം ഗാഢമായ അറിവും ജ്ഞാനവുമുള്ള അറബികള് പരിശുദ്ധ റസൂലിനെ ഇത്തരം മുഖത്തആയ അക്ഷരങ്ങളെ ഉരുവിട്ടുകൊണ്ട് തുടങ്ങുന്ന വഹയിന്റെ തുടക്കത്തെ വിമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആന് 2 തരത്തിൽ ഇതിന്റെ കോർത്തിണക്കലിനെ നമുക്ക് ആയത്തുകൾക്കിടയിലുള്ള ബന്ധങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ആയത്തും മറ്റൊരായത്തുമായി മുറിയാത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ഖുർആന്റെ പൊതു സ്വഭാവം സിമത്തുൽ ഖുർആൻ എന്ന് മുഫസ്സിരിങ്ങൾ പറഞ്ഞു പോകുന്നിടത്ത് അത് വസ്ലാണ്. അത് ഒന്ന് മറ്റൊന്നുമായി ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ട്. അത് ആയത്തുകൾ തമ്മിൽ ഒരു സൂറത്ത് അവസാനിച്ച് മറ്റൊരു സൂറത്ത് തുടങ്ങുമ്പോൾ ആ സൂറത്തുമായി, അതുപോലെ വിശുദ്ധ ഖുർആന്റെ അവസാനത്തെ സൂറത്ത് അങ്ങ് അവസാനിക്കുമ്പോൾ അത് വീണ്ടും ഫാത്തിഹയുമായി ഇങ്ങനെ വസ്ലായി അത് ഒരു തരംഗമായി അതിങ്ങനെ ഓരോന്നും മറ്റൊന്നുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ആയത്തും സുക്കൂനിൽ അവസാനിക്കുന്നതായിട്ട് കാണാൻ പറ്റൂല. ഫതിൽക ആയാത്തുൽ കിതാബിൽ ഹകീമി ഹുദൻ എന്ന് അങ്ങനെ ഉണ്ടാകുക. നമ്മള് വഖഫ് ചെയ്യുന്നത് അത് പാരായണത്തിന്റെ ഒരു താളം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു ആയത്തും അവസാനിക്കുന്നത് സുക്കൂനിലായി കാണാൻ പറ്റൂല. അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഈ മുഖത്ത ആയത്തിനെ ഈ വചനങ്ങളെ കാണാൻ പറ്റും. അത് തന്നെ അലിഫുൻ ലാമുൻ മീമുൻ എന്ന് പറഞ്ഞല്ല ഉച്ചരിക്കുക, അലിഫ് ലാം മീം. അപ്പൊ ഇങ്ങനെ ആരാണ് നമുക്ക് ചൊല്ലിത്തരുന്നത്? ഇത് ഒരു പ്രവാചകനാണ്. ഇമാം ഷഅറാവി പറയും, ആ പ്രവാചകൻ ജിബ്രീൽ മുഖേന അള്ളാഹുവിൽ നിന്ന് ഈ രൂപത്തിൽ ഇത് ഉച്ചരിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് പഠിക്കേണ്ട ഒന്നല്ല. അത് നന്നായി കൈകാര്യം ചെയ്യുന്ന, അതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരിൽ നിന്ന് നമ്മളും അതുപോലെ കേട്ട് ചൊല്ലി പഠിക്കേണ്ടതുണ്ട് എന്ന ഒരു വലിയൊരു ആശയത്തെ, ഒരു പാഠത്തെ അത് നമുക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് വായിക്കുക എന്നുള്ളതല്ല. ഒരു പ്രവാചകൻ ലോകത്തെ പഠിപ്പിക്കുകയാണ്, നിങ്ങളിത് എങ്ങനെയാണ് വായിക്കേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അലിഫ് ലാം മീം എന്ന് ഉച്ചരിക്കുന്ന അതേ പ്രവാചകൻ തന്നെ ആ അലിഫും ലാമും മീമും ചേർന്ന് വരുന്ന മറ്റൊരു ഇടത്തിൽ അലം എന്ന് ആ പ്രവാചകൻ വായിക്കുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അലം നശ്റഹ് ലക സദ്റക് എന്ന് ഉച്ചരിച്ച് നമ്മെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കൂ എന്ന് പറയുന്നു. അപ്പോ
ഒരേ സമയം ഒരു പ്രവാചകൻ ലോകത്തെ പഠിപ്പിക്കുന്നു. അതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്: അക്ഷരജ്ഞാനികൾക്ക് മാത്രമേ അക്ഷരനാമങ്ങളെ ഉച്ചരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർക്ക് അക്ഷരനാമങ്ങൾ കൊണ്ട് ചേർത്തുണ്ടാക്കിയ ഒരു രൂപം, ആ രൂപത്തിന് നൽകപ്പെട്ട നാമത്തെ ഉരുവിടാൻ അവർക്ക് കഴിയും. ഉദാഹരണമായിട്ട് കതബ, കാഫ്, താ, ബ, ഈ 3 അക്ഷരങ്ങൾ ചേർത്ത് നിർമ്മിച്ച ഒരു രൂപം, ആ രൂപത്തെ കതബ എന്ന് ഒരു അക്ഷരജ്ഞാനമില്ലാത്ത ഒരാൾ പറയും. നമ്മുടെ ഭാഷയിലേക്ക് വന്നാൽ എഴുതി എന്ന് ഒരാൾ പറയും. പക്ഷേ ആ എഴുതി എന്ന് ചില അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ആ രൂപത്തെ, ആ രൂപപ്പെട്ട ഒരു ഘടനയുടെ നാമത്തെ, അതിലുള്ള അക്ഷരങ്ങൾ വേർതിരിച്ച് പറയാൻ, അക്ഷരനാമങ്ങളെ വേർതിരിച്ച് പറയാൻ ഒരു നിരക്ഷരനായ മനുഷ്യന് സാധിക്കൂല. എന്നാൽ ഇവിടെ പ്രവാചകൻ ഓരോ അക്ഷരങ്ങളും എങ്ങനെ നിങ്ങൾ ഉരുവിടണമെന്ന് പഠിപ്പിക്കുകയാണ്. അതിലൂടെ മനുഷ്യ ചിന്തയിൽ നിരക്ഷരനാണെന്ന് പറയുന്ന പ്രവാചകന്റെ ആ അക്ഷരജ്ഞാനത്തെക്കുറിച്ചുള്ള, ആരിൽ നിന്ന് പഠിച്ചു എന്നുള്ള, ആരാണ് ഇങ്ങനെ ഈ പ്രവാചകനെ പഠിപ്പിച്ചത് എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യനെ കൈപിടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ദൃഷ്ടിയിൽ നിരക്ഷരനാണെങ്കിലും ഈ പ്രവാചകൻ അക്ഷരജ്ഞാനിയാണ്. ആ അക്ഷരജ്ഞാനം പകർന്നു നൽകിയത് തെറ്റാത്ത, പിഴക്കാത്ത അറിവുകൾ മനുഷ്യന് പകർന്നു നൽകുന്ന അറിവിന്റെ സ്രോതസ്സായ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ, സർവശക്തനായ നാഥനാണ് എന്ന ഒരു പാഠം ഇത് വായിക്കുമ്പോൾ നമുക്ക് അള്ളാഹു പകരുന്നുണ്ട്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞ് റസൂല് പറയാണ്, മൻ ഖറഅ മിനൽ ഖുർആനി ഹർഫൻ, ഒരു ഹർഫ് ഖുർആനിൽ നിന്ന് ഒരാൾ ഓതിയാൽ, വലഹു ഹസനത്തുൻ, അയാൾക്ക് ഒരു പ്രതിഫലമുണ്ട്. വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഓരോന്നും അതിന് 10 പ്രതിഫലമാണുള്ളത്. എന്നിട്ട് പരിശുദ്ധ റസൂൽ പറയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ, ഇങ്ങനെ പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുകയാണ്. ഇത് എങ്ങനെയാണ് നാം നിരക്ഷരനാണെന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഏത് രൂപത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു? ഇത് വാസ്തവത്തിൽ അറേബ്യൻ സമൂഹത്തെ, അന്നത്തെ അക്ഷരജ്ഞാനികളായ, ആ ഭാഷയിൽ അതിനിപുണരായ സമൂഹങ്ങളെ അത്ഭുതപ്പെടുത്തുകയും അവരുടെ ചിന്തയെ ഭ്രംശനം കൊള്ളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം, അവരുടെ ശാരീരിക ഇച്ഛകൾ പൂർത്തീകരിക്കേണ്ടത് കൊണ്ട് തന്നെ ആ പ്രവാചകനെ വിമർശിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ എല്ലാ ബിസിനസ് സാമ്രാജ്യങ്ങളും പൊളിഞ്ഞു പോകുമെന്നും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് സാധ്യമാകാതെ പോകുമെന്നുള്ള അവരുടെ പൈശാചിക ചിന്ത മാത്രമായിരുന്നു. ലോകം ഇന്നും അങ്ങനെയാണ്. പ്രവാചകന്മാരെ സ്നേഹിക്കുന്നവർ, പ്രവാചകന്മാരെ ഇഷ്ടപ്പെടുന്നവർ ലോകത്ത് എന്നും വിരളമായിരിക്കും. കാരണം അവരെന്നും നമ്മുടെ ഇച്ഛകളോട് സംസാരിക്കുന്നു. പുതിയ ലോകത്ത് പോലും നമ്മുടെ എല്ലാ ബ്രാൻഡുകളോടും പ്രവാചകന്മാർ അതിശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. നമുക്കറിയില്ലെങ്കിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവർക്ക് ഇതിനെ എതിർക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ അത് പ്രവാചകന്മാരുടെ ജീവിത രീതിശാസ്ത്രം മാത്രമാണെന്നും, അവിടെ ഇന്ന രൂപത്തിൽ ആ പ്രവാചകന്മാർ ഉയർത്തിയ ദർശനത്തെ ഭീകരവൽക്കരിക്കുകയും അതിനെ വൃത്തികെട്ട ജീവിതമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ എല്ലാം നിലനിൽപ്പ് സാധ്യമാകൂ എന്ന് അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൽ നിന്ന് അവര് ലോകത്ത് അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവരതിനെ, ആ സത്യത്തെ, ധർമ്മത്തെ, നീതിബോധത്തെ, മാനവിക ചിന്തയെ അവര് അടിച്ചൊതുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കൂട്ടം ചേർന്നുകൊണ്ട്
അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കള്ളങ്ങൾ പറഞ്ഞ് നമ്മുടെ കാലടിയിൽ നിന്ന് പലതും ചീന്തിക്കൊണ്ടു പോകുകയും എന്നിട്ട് അതിനെ നമ്മുടെ ഹൃദയങ്ങളെപ്പോലും പറിച്ചു കൊണ്ടുപോകുകയും ആ ഹൃദയങ്ങൾ ചതച്ചരച്ച് മണ്ണിനടിയിൽ കുഴിച്ചു മൂടുമ്പോഴും അത് ഏതോ ഒരു നന്മയുടെ പക്ഷക്കാർക്ക് മുകളിൽ ചാർത്തി വെച്ച് ഇവരിതാ മഹാ അപകടകാരികളാണെന്ന് പറയുകയും എന്നിട്ട് കാലം ആ കരളുകളെ കുറിച്ചോർത്ത് ഇന്ന് വിലപിക്കുകയും ചെയ്യുന്നുണ്ട്. എത്രയോ മനുഷ്യരുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളായ കുഞ്ഞുങ്ങളെ പോലും ഇന്ന് കുഴിച്ചു മൂടുന്ന ലോകത്ത്, അവരുടെ ഇച്ഛാപൂർത്തീകരണത്തിന് വേണ്ടി പൈതങ്ങളെപ്പോലും ചതച്ചരച്ച് കുഴിച്ചു മൂടുന്ന ലോകത്ത് അതിന്റെ എല്ലാം പാപഭാരം വിശുദ്ധ സന്ദേശങ്ങളെ പേറുന്ന, അതിനെ ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിച്ച ആളുകൾക്ക് മുമ്പിൽ ചാർത്തി ചുറ്റുപാടുകളിൽ തെറ്റായ ചിന്തകൾ പകർന്ന് അതിൻ്റെ ഉള്ളിൽ അതിനെ കലക്കി വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. ഏതായാലും അലിഫ് ലാം മീം എന്നുള്ളത് അത് പരിശുദ്ധ റസൂലിന്റെ നുബുവത്തിനെ ബോധ്യപ്പെടുത്തുന്നു. ആ പ്രവാചകന്റെ പ്രവാചകത്വത്തെ നമുക്ക് നന്നായി മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് അത് നാം സൂക്ഷ്മമായി വായിക്കുന്നു. അലിഫ് ലാം മീം സൂക്ഷ്മമായി വായിക്കുന്നു. അതിലൂടെ ഒരു പ്രവാചകന്റെ ബലിഷ്ഠമായ, ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ആ പ്രവാചകത്വത്തെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇത് മാത്രമാണ് ഒരു മുഖത്തായ തനിച്ചു ഉച്ചരിക്കുന്ന ഒരു വചനങ്ങള്. അതിനപ്പുറമുള്ളതെല്ലാം തന്നെ മുറിയാത്ത, ഒന്ന് മറ്റൊന്നുമായി ചേർന്ന് വരുന്ന വചനങ്ങളും, അത് വചനങ്ങൾക്കിടയിലുള്ളതാണെങ്കിലും ഒരു സൂറത്ത് കഴിഞ്ഞ് മറ്റൊരു സൂറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ളതാണെങ്കിലും അത് ഒന്നിന് പിറകെ മറ്റൊന്നായി കോർത്തിണക്കപ്പെട്ട് നിൽക്കുന്നതാണ്. അതിലുള്ള ആശയം പോലെ തന്നെ ഇതിലും ചില ആശയങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമുക്കറിയാത്ത വാക്കുകളെ കൊണ്ട് മരണത്തെയും ജീവിതത്തെയും ബോധ്യപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചില പ്രത്യേക ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, പട്ടാളത്തിൽ, പോലീസിലെല്ലാം ജോലി ചെയ്യുന്ന ആളുകൾ, അവരുപയോഗിക്കുന്ന ചില കോഡ് ഭാഷകളുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ തിരിയുന്നില്ലെങ്കിലും അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്. ഇതുപോലെ ഇതും ബോധ്യപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്കത് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അറബി സാഹിത്യത്തിൽ കവികൾ ഇതുപോലെ അക്ഷരങ്ങൾ ഉരുവിടുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ജാഹിലിയ കവിയുടെ ഒരു കവിതാശകലത്തിൽ അദ്ദേഹം അലാ ഹുബ്ബി ബിസ്വഹനിക ഫസ്ബഹീന വലാ തുബ്ഖി ഖുമൂറൽ അന്തരീന എന്ന് പാടുന്നുണ്ട്. അവിടെ അലാ ഹുബ്ബി, ഒന്ന് വളരെ ഗൗരവത്തിലെടുക്ക്, ഇതാ എനിക്ക് ചൊരിച്ചിതായോ, ആ പ്രഭാത കോപ്പയിൽ എനിക്ക് ചൊരിച്ചിതായോ, ഒന്നും അവശേഷിക്കാതെ ആ പട്ടണത്തിലെ ആ നല്ല കള്ള് എന്നെ കുടിപ്പിക്കൂ എന്ന് പാടുന്നിടത്ത് തൻ്റെ ഭൃത്യയെ അദ്ദേഹം ഉണർത്തുവാൻ, ആ വിഷയത്തിന്റെ തനിക്ക് ആവശ്യമുള്ള ഒന്നിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തുവാൻ അല എന്ന വാക്ക്, തംബീഹിന്റെ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ അവർ തന്നെ അവരുടെ കവിതകളിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയൊരു മഹാ ആശയത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഓരോ അക്ഷരങ്ങളിലൂടെയും കുറെ ഉണർത്തലുകൾ നടത്തുന്നുണ്ട് എന്ന് ഇമാം ഷാറാവി പറയുന്നുണ്ട്. അത് ഇതിന്റെ അകത്തേക്ക് പോകുന്ന, ചിന്താപൂർവം ഇതിന്റെ അകത്തളങ്ങളിലേക്ക് ചിന്താപൂർവം കടന്നു പോകുന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് ശരിയല്ല. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാമാണ്. കലാം എന്ന് പറയുന്നത് സിഫത്താണ്. അള്ളാഹിന്റെ സിഫത്ത് എന്ന് പറയുന്നത് അത് അനന്തമായ ആശയ ലോകമാണ്. അപ്പോ നാം വളരെ ഇടുങ്ങിയ, വളരെ ശുഷ്കിച്ച ചിന്ത പകരുന്ന മനുഷ്യൻ
ഇതാണ് ഇതിന്റെ ആശയമെന്ന് പറയുന്നതിലൂടെ അത് അള്ളാഹുവിന്റെ സിഫത്തിനെ അയാളുടെ ചിന്തക്കനുസരിച്ച് ചുരുക്കുന്നുണ്ട്. എന്നാൽ നാം ഇത് വായിക്കുന്നത് പിന്നെ സീറു ബിസിറില്ല, അള്ളാഹുവിന്റെ സിറനുസരിച്ച് നമ്മൾ ഇത് വായിച്ചു പോകുന്നു. അള്ളാഹുവിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് ഇതിനെ നമ്മൾ ഉരുവിടുന്നു. ഇതാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത് എന്ന് അദ്ദേഹം ഇമാം ഷഅറാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചു പോകുന്നുണ്ട്. നമ്മളും അള്ളാഹു അഅലമു ബിമുറാദിഹി എന്ന് നമ്മളും പറയുന്നു. ഇനി നമ്മൾ പറഞ്ഞു 29 സൂറത്തുകളിലാണ് ഇത്തരത്തിൽ മുഖത്ത ആയ ഹുറൂഫുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത്. ഉദാഹരണമായിട്ട് അലിഫ് ലാം മീം സൂറത്ത് ബഖറയിൽ അങ്ങനെ തുടങ്ങുന്നു. സൂറത്ത് ആലി ഇമ്രാന് ഇതേ 3 അക്ഷരം കൊണ്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ സൂറത്ത് അങ്കബൂത്ത്, സൂറത്ത് റൂം, അതുപോലെ തന്നെ സൂറത്ത് ലുഖ്മാന്, സൂറത്ത് സജദ, ഇങ്ങനെ 6 സൂറത്തുകൾ അലിഫ് ലാം മീം എന്ന 3 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് പറയാം. അതുപോലെ തന്നെ പിന്നെ 2 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ഇപ്പൊ തോഹ, തോസീൻ, യാസീൻ, ഹാമീം സൂറത്ത് തോഹയില്, അതുപോലെ തന്നെ സൂറത്തു നഹ്ല്, അതുപോലെ തന്നെ സൂറത്ത് യാസീൻ, അതുപോലെ തന്നെ ഹാമീം എന്ന് 2 അക്ഷരം കൊണ്ട് തുടങ്ങുന്ന പിന്നെ സൂറത്ത് ഗാഫിർ, അതുപോലെ തന്നെ ഫുസ്സിലത്ത്, അതുപോലെ തന്നെ സൂറത്ത് സുഹ്റുഫ്, പിന്നെ ദുഹാന്, അതുപോലെ തന്നെ സൂറത്ത് ജാഫിയ, സൂറത്ത് അഹ്ഖാഫ്, ഇതെല്ലാം തന്നെ 3 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങും. പിന്നെ വരുന്നത് ഒരു അക്ഷരം കൊണ്ട് തുടങ്ങുന്ന പിന്നെ സൂറത്താണ്. അപ്പൊ സൂറത്ത് ഖാഫ്, ഖാഫ്, സൂറത്ത് നൂന്, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, അതുപോലെ തന്നെ പിന്നെ സ്വാദ് അല്ലെ, സ്വാദ് അല്ലെ, സ്വാദ്, ഇങ്ങനെ ഒരു അക്ഷരം കൊണ്ട് തുടങ്ങുന്നത്. അതുപോലെ തന്നെ 4 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നത് അലിഫ് ലാം മീം സ്വാദ് അല്ലെ, സൂറത്ത് അറാഫ്, അലിഫ് ലാം മീം റോ, അത് സൂറത്തു റഅദ്. പിന്നെ 5 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നത് ഏതാണ്? ഹാമീം ഐൻ സീൻ ഖാഫ്, സൂറത്തു ഷൂറ. അതുപോലെ തന്നെ പിന്നെ സൂറത്ത് മറിയം, സൂറത്ത് മറിയം എങ്ങനെ തുടങ്ങണേ? കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഇങ്ങനെ 5 അക്ഷരങ്ങൾ. അപ്പോ 1 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നത്, 2 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നത്, 3 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നത്, 4 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നത്, 5 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്നത്. ഇങ്ങനെ 29 സൂറത്തിൽ ഇതുപോലെ സൂറത്തുകൾ തുടങ്ങുന്നുണ്ട്. ഇതിൽ തന്നെ ഇതെല്ലാം തന്നെ തനിച്ചൊരു ആയത്താണോ അതോ ആയത്തിന്റെ ഭാഗമാണോ? ഈ ചർച്ചകള് മുഫസ്സിരീങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോ അലിഫ് ലാം മീം, അതുപോലെ തന്നെ ഹാമീം, അതുപോലെ തന്നെ പിന്നെ ഐൻ സീൻ ഖാഫ്, ഇതെല്ലാം ഒരു മുസ്തഖില്ലായ ആയത്താണ് ആ സൂറത്തുകളിൽ എന്ന് മുഫസ്സിരീങ്ങൾ ചില വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മുസ്തഖില്ലായ അല്ലാത്ത തനിച്ചൊരു ആയത്തല്ലാത്തതാണ് ഇപ്പൊ കാഫ് ഹായ ഐൻ സ്വാദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അലിഫ് ലാം മീം സ്വാദ് സൂറത്ത് അറാഫിൽ ഇത് ഒരു തനിച്ചൊരായത്തല്ല. അതുപോലെ തന്നെ പിന്നെ സൂറത്ത് യാസീൻ, അതുപോലെ തന്നെ പിന്നെ ഹാമീം, അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ തുടങ്ങുന്ന 2 അക്ഷരങ്ങളിലുള്ളത് മുസ്തഖില്ലായ ഒരു സൂറത്തായിട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. സൂറത്തിന്റെ അതുപോലെ തന്നെ സൂറത്ത് ഈ പറഞ്ഞ അലിഫ് ലാം മീം സൂറത്ത് ബഖറയിലും ആലി ഇമ്രാനിലും അങ്കബൂത്തിലും റൂമിലും അതുപോലെ തന്നെ സജദയിലും ലുഖ്മാനിലെല്ലാം ഉള്ള ഈ 3 അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന അലിഫ് ലാം മീം എന്നുള്ളതും ഒരു മുസ്തഖില്ലായ പിന്നെ സൂറത്ത് ആയത്തായിട്ട് അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലിഫ് ലാം റാ എന്നുള്ളത്
അത് സൂറത്ത് യൂനുസ്, അതുപോലെ തന്നെ യൂസുഫ്, ഹൂദ്, ഇബ്രാഹിം തുടങ്ങിയ സൂറത്തുകളിൽ ആയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതൊരു മുസ്തഖില്ലായ ആയത്തല്ല, ബൽ ജുസുഉം മിനൽ ആയത്തി, ആയത്തിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെല്ലാം മുഫസ്സിരീങ്ങൾ എന്താകുന്നുണ്ട്, ഇതിനെ നന്നായി വിശദീകരിച്ച് പറഞ്ഞു പോകുന്നിടത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ചിലയിടങ്ങളിൽ അതൊരു ആയത്താണ്, ചിലയിടങ്ങളിൽ അത് ആയത്തല്ലാതെ തനിച്ച് നിൽക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ അതിന്റെ മുമ്പുള്ള, അതിന്റെ ശേഷം പറയുന്ന ഒരു സൂറത്തിന്റെ ഭാഗമായി, അതിന്റെ ഒരു ജുസ് ആയിക്കോട്ടെ, അത് നിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മുഖത്ത ആയ ആയത്തുകള്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ചർച്ചകൾ, ഈ അലിഫ്ലാമീം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ ഈ രൂപത്തിലെല്ലുമാണ് മുഫസ്സിരീങ്ങള് പിന്നെ പറയുകയും ബോധ്യപ്പെടുത്തി തരികയും എല്ലാം ചെയ്യുന്നത്. തിൽക്ക ആയാത്തുൽ കിതാബിൽ ഹക്കീം, തിൽക്ക അത്. അപ്പൊ അതൊരു പിന്നെ സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്ന, ഒരു ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇഷാറത്തിന്റെ, ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നാമമാണ് തിൽക്ക എന്നുള്ളത്. ലാമ് അത്, അതിന് ഭാഷാ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ അത്താ ഉലിൽ ഇഷാറത്തി, അല്ലാമുലിൽ ബുഅദി, അൽ കാഫുലിൽ ഖിതാബി, ഇങ്ങനെല്ലാമാണ് പിന്നെ ഭാഷാ പണ്ഡിതന്മാർ പറയുക. നമ്മൾ തിൽക്ക എന്നുള്ളതിനെ തന്നെ ഒറ്റക്ക്, അതിനെ തനിച്ചെന്നെ അത് ഒരു ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നാമമാണെന്ന് നമ്മൾ ഒറ്റ വാക്കിലെന്ന് പറഞ്ഞു പോകും. പക്ഷേ ഭാഷാ പണ്ഡിതന്മാര് അതിലെ ഓരോന്നിനെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതിനെ വിശദീകരിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുക. അപ്പോ ഏതായാലും തിൽക്ക, ഈ തിൽക്ക എന്നുള്ളത് അവിടെ ഉപയോഗിച്ചത് ശേഷം ആയത്ത് എന്നുള്ളത്, ആ ആയത്തിന്റെ പിന്നെ ബഹുവചനമായ ആയാത്ത് എന്നുള്ളത് വന്നത് കൊണ്ടാണ്. അപ്പോ തിൽക്ക ആയാത്തുൽ കിതാബിൽ ഹക്കീം. അപ്പോ നമുക്ക് മുമ്പിലാണ് വാസ്തവത്തില് ഈ ഖുർആന്റെ പൂർണ്ണത നിൽക്കുന്നത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇനി പറയാൻ പോകുന്ന ഈ ആയത്തുകള് അതെല്ലാം തന്നെ ഈ തത്വാധിഷ്ഠിതമായ ഈ ഗ്രന്ഥത്തിലെ ആയത്തുകളാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ മുമ്പിൽ അത് സമയബന്ധിതമായി അവതരിച്ച ഒന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി വായിക്കാൻ പോകുന്ന ഓരോന്നും, നിങ്ങൾ വായിക്കാൻ പോകുന്ന ഓരോന്നും ഈ രൂപത്തിൽ വളരെ അതിഭദ്രമായ ഗ്രന്ഥത്തിലെ ആയത്തുകളാണ് എന്നാണ് അതിലൂടെ നാം വായിച്ച് മനസ്സിലാക്കുന്നത്. ഇവിടെ ആയത്ത് എന്നുള്ളത് ഖുർആന് ചിലയിടങ്ങളിൽ ഇപ്പോ സൂറത്ത് ബഖറയില് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് പറയും. ചിലയിടങ്ങളിൽ തിൽക്ക ആയാത്തുൽ ഖുർആനി എന്ന് ഉപയോഗിക്കും. അപ്പോ ഇങ്ങനെ പല രൂപത്തില് ആയത്തുകളില് ഈ ആയത്തിനെ മറ്റൊന്നുമായി, ഖുർആനുമായി, ചിലപ്പോൾ കിതാബുമായിട്ടെല്ലാം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഉപയോഗിക്കും. പിന്നെ അതിനെ മറ്റൊരു സിഫത്ത് കൊണ്ട് അതിനെ അവസാനിപ്പിക്കുകയും ചെയ്യും, ഒരു വിശേഷണം പറഞ്ഞുകൊണ്ട് അതിനെ അവസാനിപ്പിക്കുകയും ചെയ്യും. സൂറത്ത് ബഖറയിലെ തുടക്കത്തിൽ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറയും. ഇത് ഇവിടെ ഈ കിതാബുൻ ഹക്കീം എന്ന് പറയും. കിതാബിനെ ഒരു ഹക്കീം എന്ന വാക്കുകൊണ്ട് പൊതുവെ എന്താക്കൂല, അതിനെ പിന്നെ അങ്ങനെ വ്യാഖ്യാനിക്കൂല. പക്ഷെ ഇവിടെ ഹക്കീമാണെന്ന് പറയുമ്പോൾ അത് ഹക്കീമായ അള്ളാഹുവിൽ നിന്നുള്ള ഒന്നാണ് എന്ന അർത്ഥത്തിലാണ് അതിനെ ഉപയോഗിക്കുന്നത്, അതിനെ വ്യാഖ്യാനിക്കുന്നത്. ശരിക്കും ഈ വ്യാഖ്യാനം എന്നെല്ലാം പറയുന്നത് നമ്മളുടെ പരിമിതമായ ഭാഷയിൽ നിന്നുകൊണ്ടുള്ള പ്രയോഗങ്ങളാണ് കേട്ടോ ഈ വ്യാഖ്യാനം എന്നെല്ലാം പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞാലല്ലേ നമ്മുടെ ശ്രോതാക്കൾക്ക് തിരിയുള്ളൂ, അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയും പറയുന്നത്. വ്യാഖ്യാനങ്ങൾക്കൊന്നും പഴുതൊന്നുമില്ല ഖുർആനിൽ.
അതങ്ങനെ വായിച്ചു പോകുമ്പോ തന്നെ നമുക്കങ്ങ് തിരിയും അത്. അതിന് ചില ആളുകൾ പറയുന്നത് പോലെ ബ്രാക്കറ്റും കുത്തും കോമയൊന്നും ഇട്ടിട്ട് പറയേണ്ടതൊന്നുമില്ല ഖുർആന്. ഖുർആൻ അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ ആശയലോകം, അതിൻ്റെ ആശയഭദ്രത, അതിൻ്റെ തത്വാധിഷ്ഠിതമായ അതിൻ്റെ ചിന്താലോകം, അതെല്ലാം കേൾക്കുന്ന മാത്രയിൽ തന്നെ അള്ളാഹു നമുക്കങ്ങ് ബോധ്യപ്പെടുത്തരും. എല്ലാ മനുഷ്യർക്കും അത് തിരിയുകയും ചെയ്യും. പക്ഷേ ഓരോ ലോകങ്ങൾക്കും അവരുടെ ലോകത്ത് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് അത് നമുക്കിടയിൽ അതിൻ്റെ ആശയലോകം, അതിൻ്റെ ചിന്താലോകം, അതിൻ്റെ ഭദ്രമായ അതിൻ്റെ സമ്പുഷ്ടത അതിങ്ങനെ മാറി മറിയും എന്ന ഒരു വിഷയം മാത്രമേ ഉണ്ടാകുള്ളൂ. അത് അതിൻ്റെ മഹാപ്രത്യേകതയാണ്. അതിൻ്റെ ഒരു വലിയ അതിൻ്റെ ശ്രേഷ്ഠതയാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ ആയത്ത് തിൽക്ക ആയാത്തുൽ കിതാബിൽ ഹക്കീം, ആയത്തുകളെ 4 ആയിട്ട് അവർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചം, അതിനെ ആയത്തായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ പ്രവാചകന്മാരിലൂടെ പ്രകടിപ്പിക്കുന്ന ഒന്നിനെ ആയത്തായിട്ട് ബോധ്യപ്പെടുത്തുന്നു. പിന്നെ അള്ളാഹുവിന്റെ വചനം തന്നെ ആയത്താണ് എന്ന് നമ്മളോട് ആയത്തുകളെ പൊതുവെ നമ്മുടെ മുമ്പിൽ 3 അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. ആയത്തുകൾ, പ്രപഞ്ചം അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തമാണ്. നാം ഈ പറഞ്ഞതുപോലെ ആ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട്, അതിനെ വായിച്ചുകൊണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിനെ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു അവരുടെ നുബൂവത്തിനെ ബോധ്യപ്പെടുത്താൻ നൽകുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളാണ്. ഇപ്പോ പാറയിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരിക, അതിനെ മഹാദൃഷ്ടാന്തമായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അവരുടെ സമൂഹം തന്നെ ഒരു ദൃഷ്ടാന്തത്തെ ആയത്തിനെ ചോദിക്കുന്നു. മൂസാ നബിയുടെ വടിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരവും, ഈസാ നബിയുടെ വ്യത്യസ്തങ്ങളായ അദ്ദേഹത്തിന്റെ ഇടപെടലുകള്, അദ്ദേഹത്തിന്റെ ക്രിയകള്, പ്രവൃത്തികള്, ഇതെല്ലാം ദൃഷ്ടാന്തമായിട്ട് ആയത്തായിട്ട് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പിന്നെ ഖുർആൻ വചനങ്ങൾ, ഖുർആന്റെ വചനങ്ങൾ, അത് ഓരോന്നും തന്നെ മഹാ ആയത്തായിട്ട് അള്ളാഹു പഠിപ്പിക്കുകയും അള്ളാഹു ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോ ആയത്ത് പിന്നെ ഈ രൂപത്തിലെല്ലാം പിന്നെ ആയത്തിനെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. കിതാബ്, തിൽക്ക ആയാത്തുൽ കിതാബ്, നമ്മൾ പറഞ്ഞു ചിലയിടങ്ങളിൽ തിൽക്ക ആയാത്തുൽ ഖുർആനി എന്ന് പറയും, ഇവിടെ തിൽക്ക ആയാത്തുൽ കിതാബി എന്ന് പറയുന്നു. അപ്പൊ കിതാബ് എന്താണ്? അതിന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോന്നിനും അതിൻ്റെതായിരിക്കുന്ന ആശയലോകമുണ്ട്. ഖുർആൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മറ്റൊരു അർത്ഥ വ്യാപ്തിയുള്ള ഒരു ആശയത്തെ നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്നു. കിതാബ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു വലിയൊരു ആശയത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. കിതാബ് എന്ന് പറയുന്നാൽ കിതാബ് ഹുവൽ മക്തൂബു എന്നാണ്. ഖുർആനെ മാത്രമാണ് ഇങ്ങനെ 2 വാക്കുകൊണ്ട് അള്ളാഹു പിന്നെ വേറിട്ട് പരിചയപ്പെടുത്തി തരുന്നത്. മറ്റു വേദങ്ങളൊന്നും തന്നെ ഇതുപോലെ ഖുർആൻ എന്ന വാക്കുകൊണ്ട് പരിചയപ്പെടുത്തിയിട്ടില്ല. കിതാബ് എന്ന വാക്കുകൊണ്ട് മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. കിതാബ് എന്നുള്ളത് കൊണ്ട് അത് എഴുതപ്പെട്ട ലിഖിതമായ ഒന്നാണ് എന്നൊരു ആശയത്തിലാണ്. ആ ഖുർആൻ അത് എഴുതപ്പെട്ട മക്തൂബായ ഒന്ന് മാത്രമല്ല, അത് എഴുതപ്പെടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ കൊത്തിവെച്ച ഒന്നുകൂടിയാണ്. അത് അൽ ഖുർആൻ ഹുവൽ മഖ്റൂഉ, ഹൃദയാന്തരാളത്തിൽ നിന്ന് വായിക്കപ്പെടുന്നതാണ്. അത് ഹൃദയത്തിൽ നിറച്ചു വെച്ച് അവിടെ കൊത്തിവെച്ച ഒന്നുകൂടിയാണ്. അപ്പൊ ആരാണ് ഇത് ആദിക്ക് ഹൃദയത്തിൽ നിന്ന് ലോകത്തെ കേൾപ്പിക്കുന്നത്? അത് മുഹമ്മദ് റസൂലുള്ളയാണ്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ കൊണ്ടാണ് മുഹമ്മദ് നബി മനുഷ്യരിൽ അദ്ഭുത മനുഷ്യനായി നിൽക്കുന്നത്. ഒരു മനുഷ്യന് പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ അക്ഷരങ്ങളിൽ പിഴവ് വരും, അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കിൽ തന്നെ ചിലപ്പോൾ ചില പിഴവുകൾ ഉണ്ടാകും.
അത് ഉപയോഗിച്ച ഘടനയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ 23 വർഷം മനുഷ്യർ നിരക്ഷരനായി കാണുന്ന ഒരു പ്രവാചകൻ ആ ഭാഷയിൽ അതിനിപുണരായ ഒരു സമൂഹത്തിനിടയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ഈ വചനങ്ങൾ ഓതി കേൾപ്പിച്ചിട്ട് ഒരിക്കൽ പോലും തെറ്റുപറ്റി എന്ന് ആ സമൂഹം പറഞ്ഞിട്ടില്ല. അവരാരും എഴുതി വെച്ചത് ആ പ്രവാചകൻ വായിച്ചിട്ടുമില്ല. അപ്പോ അത് ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ഹൃദയത്തിൽ അള്ളാഹു അത് കുത്തിവെച്ച് അതിലൂടെ സംരക്ഷിക്കപ്പെട്ട ഒന്നാണ് ഖുർആൻ. അപ്പോ ഖുർആൻ എന്ന വാക്ക് ഇത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്ന ഒന്നല്ല, നിങ്ങൾക്ക് കൈകടത്താൻ പറ്റുന്ന ഒന്നല്ല. ഇത് തുടക്കത്തിലേ ഹൃദയത്തിൽ സൂക്ഷിച്ച, അത് കൊത്തിവെച്ച ആ പ്രവാചകന്റെ മനസ്സോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരിലെല്ലാം തന്നെ അത് ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുന്നവരിൽ അത് അതിഗാഠമായി കുത്തിവെച്ച് അത് ഹൃദയത്തിൽ നിന്ന് പാരായണം ചെയ്യുന്ന ഒന്നാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അത് നിങ്ങളുടെ കൈകളാൽ എഴുതപ്പെട്ട് സൂക്ഷിക്കുന്ന ഒന്നുമാണ് എന്ന ഒരു വലിയൊരു പാഠം ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതായാലും നമ്മൾ മുമ്പ് നന്നായി വിശദീകരിച്ചു പോയതാണ്. ഖുർആൻ എന്നുള്ളത് കൊണ്ട് ഈ പറയുന്നത് പോലെ എന്താണ് അർത്ഥമാക്കുന്നത്, കിതാബ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. അപ്പോ ഖുർആൻ തിരുത്തപ്പെടാത്ത ഒന്നാണെന്ന് പറയുമ്പോൾ, അത് ആർക്കും കൈകടത്താൻ പറ്റാത്ത ഒന്നാണെന്ന് പറയുമ്പോൾ, ആ വാക്കിൽ തന്നെയാണ് ഈ പറഞ്ഞ ആശയലോകം നിലനിൽക്കുന്നത്. ഖുർആൻ എന്ന വാക്കിൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വഹയ്യ് മക്തൂബായതാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് നൽകിയത് മഖ്റൂഉം മക്തൂബുമായ ഒന്നാണ്. അതിനെ ഒരു നിലക്കും നിങ്ങൾക്ക് വക്രീകരിക്കുവാനോ തിരുത്തുവാനോ ഏതെങ്കിലും തരത്തിലുള്ള ആശയ വൈകല്യം അതിൽ സൃഷ്ടിക്കുവാനോ നിങ്ങൾക്ക് കഴിയില്ല എന്ന വലിയ പാഠം ഈ ഒരു പ്രയോഗത്തിൽ തന്നെ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം ഉപയോഗിച്ചു പോകുന്നു, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സിഫത്തുകളെല്ലാം ചേർത്ത് വെക്കുന്നു എന്നുള്ള വലിയ ചർച്ച ഇമാം ഷഅറാവി കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ നാളെ നമുക്ക് അത് പറയാവുന്നതാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.